ഹായ്, ഒരു നാടൻ ബീഫ് കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാനും പറ്റും. തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലിൽ കുറച്ച് എരിവോടുകൂടി ചെയ്തിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ ഈ ഒരു ബീഫ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്കുള്ള കുറച്ച് മസാല ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രൈങ് പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1.25 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചൂടാക്കിയ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ ഈ ബീഫിലേക്ക് ഒന്ന് തിരുമ്മി കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മസാല ചൂടാക്കിയ പാത്രത്തിൽ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കർ അനുസരിച്ചിട്ട് വിസിൽ കേൾപ്പിച്ചാൽ മതി. ഞാൻ ഈ ഒരു കുക്കറിൽ ഒരു 2 വിസിൽ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. മൊത്തത്തിൽ വേവിച്ചെടുക്കുന്നില്ല. അപ്പോൾ ബീഫ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് കിട്ടും. ഒരു 3 വലിയ സവാള കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് കുറവ് മതിയെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഈ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ചൂടാക്കിയെടുക്കണം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്.
ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ബീഫ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല. പച്ചമുളക് ഞാൻ ഇങ്ങനെ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു നല്ല മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്, ഒരു നല്ലൊരു മണത്തിനായിട്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബീഫ് കറിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്